ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനം എല്ലായിടവും നടക്കുകയാണ്. വലിയ തോതിലുള്ള മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണാൻ കഴിയുന്നത്. ഇതും ആലോചിച്ച് നോക്കണം. 2016 അന്നത്തെ ഭരണം അവസാനിപ്പിക്കുന്ന UDF തന്നെ വീണ്ടും അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ പുരോഗതി ഇവിടെ ഉണ്ടാകുമായിരുന്നോ? ഈ മാറ്റം ഉണ്ടാകുമായിരുന്നോ? നമ്മുടെ നാട് വീണ്ടും പിറകിലോട്ട് പോകുമായിരുന്നില്ലേ? ഇതാണ് LDFും UDFും തമ്മിലുള്ള വ്യത്യാസം. നാഷണൽ ഹൈവേ മാത്രമല്ല, ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ വികസനം വരുന്നു, വേറൊരു ഭാഗത്ത് മലയോര ഹൈവേ, മറ്റൊരു ഭാഗത്ത് തീരദേശ ഹൈവേ. ഈ രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാന സർക്കാരാണ് ചെലവിടുന്നത്. നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള ഗതാഗത സൗകര്യ വർധനവാണ് ഇതിലൂടെ ഉണ്ടാവുക. തീരദേശ ഹൈവേയൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകൾ, രാജ്യത്തുള്ള ടൂറിസ്റ്റുകളുമുണ്ട്, വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളുമുണ്ട്. അവർക്ക് വലിയൊരു ഹരമായിരിക്കും ആ റോഡിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ. ഒരു ഭാഗത്ത് കടലായിരിക്കും, മനോഹരമായൊരു കാഴ്ച. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേരുള്ള നമ്മുടെ നാട്ടിലേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകൾ വരുന്നതിനിടയാക്കും. ഇതിൻ്റെ കൂടെ തന്നെ നാം കാണേണ്ടതാണ് കേരളത്തിലാകെ റോഡുകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള വികസനം. വിവിധ റോഡുകൾ നല്ല നിലവാരത്തിൽ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആരും വലിയ തോതിൽ ആകർഷിക്കുന്ന ഒന്നായി നമ്മുടെ ഈ ഗതാഗത സൗകര്യ വികസനം മാറിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് കോവളം മുതൽ കാസർഗോഡ് ബേക്കൽ വരെയുള്ള ജലപാത, അതിലൊരു ഭാഗം ദേശീയ ജലപാതയാണ്, ബാക്കി ഭാഗം സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് പൂർത്തീകരിക്കുകയാണ്. ഏതാനും മാസങ്ങൾ കൊണ്ട് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകും. നമ്മുടെ കോവളം മുതൽ ചേറ്റുവ വരെ വലിയ പ്രയാസമില്ലാതെ എത്താൻ കഴിയും. കോഴിക്കോട് കനോളി കനാലുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള വികസനം അവിടെ വരാൻ പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലും കണ്ണൂരിലും കാസർഗോഡും ചിലയിടങ്ങളിൽ പുതിയ കനാൽ വേണ്ടി വരും. അങ്ങനെയാണ് ബേക്കലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അത് അതിവേഗം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ മാറ്റമാണ് സംഭവിക്കുക. ഈ പറഞ്ഞ ടൂറിസ്റ്റുകൾക്ക് 600 കിലോമീറ്റർ ദൂരത്തിൽ ബോട്ടിൽ സഞ്ചരിക്കാൻ കഴിയുക എന്തൊരു ഹരമായിരിക്കും അവർക്ക്. ഇടയ്ക്ക് നിശ്ചിത ദൂരം വിട്ട് ഒരു 40-50 കിലോമീറ്റർ ആകുമ്പോൾ ഒരിടത്ത് നിർത്തും. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിരിക്കും. അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കാം, കാഴ്ചകൾ കാണാം, അവിടെയുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാം.
നാടൻ വിഭവങ്ങൾ അവിടെ ഒരുക്കാം. അങ്ങനെ നാടിനും ടൂറിസ്റ്റുകൾക്കും എല്ലാം നല്ല രീതിയിൽ കുളിർമയേകുന്ന ഒന്നായി നമ്മുടെ ഈ പദ്ധതി മാറും.